ഹായ് സുഹൃത്തുക്കളെ, ഇതിനിടയ്ക്ക് ഞാനൊരു കോംബോ ഓഫർ മിയാമി റോസിൻ്റെ 3 ട്യൂബർ പ്ലാന്റ് 100 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ഓഫർ ഇട്ടിരുന്നു. ട്യൂബർ പ്ലാന്റ് നടന്ന രീതി എങ്ങനെയാണെന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാരണ ആമ്പലുകളെല്ലാം നടന്ന പോലെ തന്നെയാണ് ഈ ട്യൂബർ പ്ലാന്റ് നടേണ്ടത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം, പോട്ടും ഡയറക്റ്റ് പോട്ടിങ്ങും. ട്യൂബർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോട്ടിൻ രീതിയിൽ ചെയ്തതിന് ശേഷം പിന്നീട് ഡയറക്റ്റ് പോട്ടിങ്ങിലേക്ക് മാറാവുന്നതാണ്. ഈ കാണുന്നതാണ് ട്യൂബർ പ്ലാന്റ്. ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് മൊട്ട് വരിക. ഈ ഭാഗത്ത് ഇത് കുറേ കൂടെ വളരാനുണ്ട്. ഇതിൽ അടിയിൽ കാണാം നമുക്ക് ഈ ട്യൂബർ പിന്നെ ഈ കുറേ റൂട്ട്സ് വരുന്നത്. ട്യൂബർ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ നന്നാവോ, പൂക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് നടുന്നതെന്നും കൂടെ ചോദിക്കാറുണ്ട്. സാധാരണ ആമ്പലുകളൊക്കെ നടുന്ന പോലെ തന്നെയാണ്, വലിയ പ്രത്യേകതയൊന്നും ട്യൂബർ പ്ലാന്റ്സിനില്ല. പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ പ്ലാന്റ് കുറച്ച് വലുതാവുന്നവരെ കുറച്ച് സംരക്ഷിച്ചാൽ നല്ലതാണ്. 8 ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ്. ഇതിനേക്കാളും ചെറുതോ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചൊരു ടബുണ്ട്. ഇതൊരു മീഡിയം സൈസ് ടബ്. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ടബേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മുമ്പ് ഞാൻ ആമ്പൽ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഒരിക്കലും മണ്ണിടരുത്. ഈ ട്യൂബർ മൂടുന്ന രീതിയിൽ മാത്രം നമ്മൾ ഒരു ആദ്യം കുഴിയെടുത്തതിന് ശേഷം നമ്മൾ ആ വേരുകളൊക്കെ അതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിന് പതുക്കെ വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം എല്ലാം കൂടെ കലങ്ങിയിട്ട് ആകെ കൂടെ നാശമാവും. ചെറിയ പോട്ടിൽ നിന്ന് ചെടി ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല വളർച്ച എത്തുകയും മൊട്ടുകൾ വരാൻ ആരംഭിക്കുകയും ചെയ്യും. നന്നായിട്ട് വളർന്നതിന് ശേഷം നന്നായിട്ട് പൂക്കുമ്പോൾ ഒരു 1.5 മാസം 2 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ചെടി വലിയൊരു പോട്ടിലേക്ക് അല്ലെങ്കിൽ ടബിലേക്ക് മാറ്റി നടാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി കുറേ കാലത്തേക്ക് ആ ചെടിയിൽ നിന്ന് പൂക്കൾ കിട്ടും. ചെറിയ പോട്ടിൽ നമ്മൾ ഒത്തിരി കാലം റീപോർട്ട് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോട്ടിലെ വളമെല്ലാം വലിച്ചെടുത്തതിന് ശേഷം വേരുകളെല്ലാം ചുരുണ്ട് കൂടി അത് ഡോർമൻ്റായി പോകാനും സാധ്യതയുണ്ട്.